കേരളത്തിലെ BJP-ക്കാരുടെ ഏറ്റവും വലിയ ശത്രു ആരെന്ന് ചോദിച്ചാൽ BJP വിട്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് മാറിയ സന്ദീപ് വാര്യർ എന്ന് പറയേണ്ടി വരും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ സന്ദീപ് വാര്യർ BJP-ക്കാരനായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഏറ്റ തിരിച്ചടിയുടെ ഒരു പ്രധാന കാരണം സന്ദീപ് വാര്യരുടെ കാലുമാറ്റമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. BJP-യിൽ ആയിരുന്നപ്പോൾ തന്നെ BJP നേതൃത്വത്തിന് സന്ദീപ് വാര്യർ ഇഷ്ടമല്ലായിരുന്നു. BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയതോടെ ഏറ്റവും വലിയ ടാർഗറ്റ് സന്ദീപ് വാര്യരായി മാറി. സന്ദീപ് വാര്യർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒരു വശത്ത് BJP-യും മറുവശത്ത് CPM-ഉം വിടാതെ പിന്തുടർന്ന് ആക്രമിക്കുന്നു എന്നതാണ്. സന്ദീപ് വാര്യർ അധികാരമോഹി ആയതുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് പോയത് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമം ദീർഘകാലമായി നടക്കുന്നു. മുസ്ലിം ലീഗുമായി സന്ദീപ് വാര്യർക്കുള്ള ബന്ധം, മലബാറിലെ പൊതുവേദികളിൽ സന്ദീപ് വാര്യർക്ക് കിട്ടുന്ന സ്വീകാര്യത, ഇതൊക്കെയാണ് ഇക്കൂട്ടരെ ചൊടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ അവർ സന്ദീപ് വാര്യരെ വലിച്ചു കീറാൻ ഇറങ്ങും. ഇസ്ലാം മതം വിട്ട് ക്രൈസ്തവ മതം സ്വീകരിച്ച മാരിയോ ജോസഫ് ഒരേ സമയം ഇസ്ലാം വിശ്വാസികളുടെയും ക്രിസ്ത്യൻ വിശ്വാസികളുടെയും ശത്രുത നേടിയ പോലാണ് സന്ദീപ് വാര്യരുടെ അവസ്ഥയും. ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പീഡന വിവാദത്തിലും ഇപ്പോൾ വിവാദ പുരുഷനായിക്കൊണ്ടിരിക്കുന്നത് സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യർ ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്നാണ് ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്നത്. സന്ദീപ് വാര്യർക്കെതിരെ നടപടിയെടുക്കണം, കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് DYFI പോലീസിൽ പരാതി കൊടുത്തു. ഇരയെ ഐഡന്റിഫൈ ചെയ്യുന്ന തരത്തിൽ വീഡിയോകൾ ചെയ്യുന്നു എന്ന പരാതി രാഹുൽ ഈശ്വറിനെതിരെ നേരത്തെ മുതലുണ്ട്. മാത്രമല്ല രാഹുൽ ഈശ്വർ ഇരയെ അപമാനിക്കുന്നു എന്നുമാണ് പരാതിയുള്ളത്. രാഹുൽ ഈശ്വറിനെതിരെ മാത്രമല്ല സന്ദീപ് വാര്യർക്കെതിരെയും കേസെടുക്കണം എന്നാണ് DYFIയുടെ ആവശ്യം. DYFI ആവശ്യപ്പെട്ടാൽ പോലീസ് കേസെടുക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് സന്ദീപ് വാര്യർക്കെതിരെ ഏറെ വൈകാതെ ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാം. വാസ്തവത്തിൽ സന്ദീപ് വാര്യർ എന്തു കുറ്റമാണ് ചെയ്തത്? ഇരയുടെ പേര് വെളിപ്പെടുത്തുകയോ ഐഡന്റിറ്റി അറിയുന്ന തരത്തിൽ എന്തെങ്കിലും സൂചന നൽകുകയോ ചെയ്തോ? ഇല്ല എന്നതാണ് വാസ്തവം. പക്ഷേ സന്ദീപ് വാര്യർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു പരത്തി സന്ദീപിനെ എയറിൽ നിർത്തിയിരിക്കുകയാണ് BJP-ക്കാരും CPM-കാരും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിലെ ഇരയുടെ വിവാഹത്തിന് സന്ദീപ് വാര്യർ പങ്കെടുത്തിരുന്നു. ഇരയുടെ ഭർത്താവ് സന്ദീപ് വാര്യരുമായി ദീർഘകാലത്തെ അടുപ്പവും സൗഹൃദവുമുള്ള വ്യക്തിയാണ്. 2024 ഓഗസ്റ്റ് മാസം 22 നടന്ന വിവാഹത്തിൽ പങ്കെടുത്തതിന്റെ ചിത്രം സന്ദീപ് വാര്യർ അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ആശംസ അറിയിച്ചു. അനിയനും അനുജത്തിയും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ചിലർ കുത്തിപ്പോക്കുകയും അത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരത്തിലാവുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ന്യൂസ് മലയാളം ചാനലിലെ അവതാരിക ലക്ഷ്മി പത്മ സന്ദീപ് വാര്യർക്ക് ഒരു സന്ദേശം അയക്കുന്നു. ദയവായി അത് ഡിലീറ്റ് ചെയ്യൂ. സന്ദീപ് വാര്യറിന്റെ പൊതു നിലപാട് പഴയ പോസ്റ്റുകളൊന്നും മുക്കരുത് എന്നതാണ്. BJP-യിലായിരുന്നപ്പോൾ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും ഒക്കെ വിമർശിച്ച പോസ്റ്റുകൾ പോലും സന്ദീപ് വാര്യർ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സന്ദീപ് വാര്യർ ആദ്യം മടി കാണിച്ചെങ്കിലും പിന്നീട് താനായി ആ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനായിട്ട് സാഹചര്യം ഒരുക്കണ്ട എന്ന് കരുതി അത് പ്രൈവറ്റ് ചെയ്തു. എന്നാൽ ഏറെ വൈകാതെ രാഹുൽ ഈശ്വർ സന്ദീപ് വാര്യരെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇരയുടെ വിവാഹത്തിൽ സന്ദീപ് വാര്യർ പങ്കെടുത്തെന്നും അത് മുക്കിയത് എന്തിനാണെന്നും അന്തസ്സാണെങ്കിൽ അത് വെളിപ്പെടുത്തണം, പങ്കെടുത്തോ ഇല്ലയോ, വിവാഹിതയാണോ ഇല്ലയോ എന്ന കാര്യം വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നു. ഇത് സന്ദീപ് വാര്യരെ വലിയ തോതിൽ പ്രതിരോധത്തിലാഴ്ത്തി. ഈ വിശദീകരണം കണ്ടില്ലെന്ന് നടിച്ചാൽ, കല്യാണത്തിൽ പങ്കെടുത്തുന്നോ ഇല്ലെന്നോ പറഞ്ഞാൽ സ്വാഭാവികമായും കോൺഗ്രസുകാർക്ക്, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നവർക്ക്, പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നവർക്ക് കലിപ്പാകും. ഇത്രയും ഒരു സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദ്യമുണ്ടാവും. കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് അധാർമികമാവും എന്ന് തോന്നിയതുകൊണ്ട് ഇരയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താതെ സന്ദീപ് വാര്യർ ഒരു പോസ്റ്റ് ഇട്ടു. സന്ദീപ് വാര്യരുടെ പോസ്റ്റ് പുറത്തു വന്നതിന് ശേഷമാണ് സന്ദീപ് വാര്യർ ഇവരുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ ചിലർ തപ്പിയെടുത്ത് പ്രചരിപ്പിച്ചത്. ഇതോടെയാണ് ലക്ഷ്മി പത്മ അത് ഡിലീറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടത്. അതിനെ തുടർന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ട് സന്ദീപ് വാര്യർ ഇങ്ങനെ പോസ്റ്റ് ഇട്ടു. മാധ്യമ പ്രവർത്തക ലക്ഷ്മി പത്മയും മറ്റു ചിലരും പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കല്യാണ ഫോട്ടോ ചിലർ ദുരുപയോഗിക്കുന്നതായി കാണിച്ച് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരുന്നു. പരാതിക്കാരുടെ ഐഡന്റിറ്റി പുറത്തേക്ക് പോകുന്നത് ശരിയല്ലാത്തതിനാൽ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ്. വാസ്തവത്തിൽ പഴയ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യേണ്ടതില്ല എന്നതായിരുന്നു ഞാൻ ആദ്യം തീരുമാനിച്ചതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം പങ്കുവച്ച കല്യാണ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണ്. പക്ഷെ സന്ദീപ് വാര്യർ ഡിലീറ്റ് ചെയ്തെങ്കിലും അതിന് മുൻപ് തന്നെ ചിത്രമെടുത്ത് സേവ് ചെയ്ത് പലരും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഇതോടുകൂടി സന്ദീപ് വാര്യർക്കെതിരെ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കൂട്ടുനിന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൈബർ ആക്രമണം ആരംഭിക്കുകയാണ്. വാസ്തവത്തിൽ ലക്ഷ്മി പത്മ പറഞ്ഞതനുസരിച്ച് ഡിലീറ്റ് ചെയ്യുക മാത്രമാണ് സന്ദീപ് വാര്യർ ചെയ്തത്. പക്ഷെ എന്നിട്ടും സന്ദീപ് വാര്യർ ഇപ്പോൾ എയറിലായി. സന്ദീപ് വാര്യരെ ക്രൂശിക്കാൻ കാത്തിരിക്കുന്ന
ഏതവസരവും ഉപയോഗിക്കുന്ന സംഘപരിവാറുകാർ ആവേശത്തോടുകൂടി രംഗത്തെത്തി. ഒരു മനുവിന്റെ പോസ്റ്റിംഗിന് സന്ദീപ് വാര്യർ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ അതിജീവിതയെ പറയാതെ പറഞ്ഞ് ബുദ്ധിപരമായി അവഹേളിക്കുന്ന രീതിയിൽ FB പോസ്റ്റ് ചെയ്തതിന്റെ പിൻബുദ്ധി മറ്റൊന്നുമല്ല. നാളെ വാര്യന്മാർക്കെതിരെ തൃശ്ശൂരിൽ പൂങ്കുന്നത്തു നിന്നോ കോട്ടയത്തു നിന്നോ ആരെങ്കിലും പരാതി നൽകിയാൽ അദ്ദേഹത്തെയും രാഹുലടക്കം എല്ലാവരെയും സംരക്ഷിച്ച് ന്യായീകരിക്കണമെന്ന രതി നിർവേദ ബുദ്ധി മാത്രമാണ്. വിവാഹം കഴിഞ്ഞവർ എത്ര കാലം ഒരുമിച്ച് താമസിക്കുന്നു എന്നറിയാനുള്ള അതീന്ദ്രിയ കഴിവ് വാര്യർക്കുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ രാത്രി ചാനൽ ചർച്ച കഴിഞ്ഞാൽ ഒളിഞ്ഞു നോട്ടത്തിന് ഇറങ്ങുകയാണ് വാര്യരുടെ ഹോബി എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കാൻ സാധ്യത ഇല്ലായികയില്ല. ഇത്തരത്തിൽ സന്ദീപ് വാര്യർക്കെതിരെയുള്ള ആക്ഷേപം തുടങ്ങുന്നു. അംബിക JK ഇങ്ങനെ എഴുതി: ഒരുത്തനെ എത്ര നാറിയ കളി കളിച്ചിട്ടായാലും പാലക്കാട് സീറ്റ് കിട്ടണം. മറ്റൊരുത്തന് SDPI മുതൽ കോൺഗ്രസ് വരെയുള്ള സകല സംഘടനകളുടെയും പെയ്ഡ് പ്രൊമോഷൻ പണം കിട്ടുമെന്നറിഞ്ഞാൽ ആരെയും വെളുപ്പിക്കും. ഈ മൈ എഴുതിയിട്ടിരിക്കുന്നു. അഖില കേസ് വെടക്കാക്കി SDPIക്ക് തനിക്കാക്കി കൊടുത്ത ഈ നാറി ഒറ്റ ഒരുത്തനാണ്. ഇപ്പോഴും ഇവൻ അധ്വാനിക്കുന്നത് SDPIക്ക് വേണ്ടിയാണ്. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിനേക്കാൾ SDPI ആണ്. ഇലക്ഷൻ സമയത്ത് ശബരിമല വിഷയം ആവിയാക്കി ഇല്ലാതാക്കാൻ ഈ നാറ്റപ്പെണ്ണ് കേസ് വീണ്ടും കുത്തിപ്പൊക്കിയത് കമ്മ്യൂണിസ്റ്റ് വകയാണെന്ന് ആരെയും സംശയിച്ചാൽ കുറ്റം പറയാനൊക്കില്ല. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ DYFIക്ക് എന്തിനാണ് ഇത്ര ദണ്ണം? ന്യൂസ് മലയാളം ചാനലിലെ അവതാരകനും അടുത്ത തവണ ഉടുമ്പുചോരയിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാവാൻ മോഹിച്ച് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുമായ ഹർഷൻ പൂപ്പാറക്കാരൻ ഇങ്ങനെ എഴുതി: കശ്മീരിലെ മുസ്ലിങ്ങളെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ച് വംശഹത്യ നടത്തണമെന്ന് പറഞ്ഞ നേതാവ് പാർട്ടി മാറിയെന്നേ ഉള്ളൂ. അയാളുടെ മനോനില ഒരു മില്ലിമീറ്റർ പോലും മാറിയിട്ടില്ല. അന്നും ഇന്നും അയാൾ മാർക്കറ്റ് ചെയ്യുന്നത് വെറുപ്പ് തന്നെയാണ്. അയാളുടെ ഇന്നത്തെ പട്ടിച്ചൂളത്തിലെ ആവേശം അത് ഉറപ്പിക്കുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തക ജോമോൾ ജോസഫ് തെമ്മാടിയും നാറിയും എന്ന് തലക്കെട്ടിട്ട് രാഹുൽ ഈശ്വറിന്റെയും സന്ദീപ് വാര്യരുടെയും ചിത്രം വെച്ച് എഴുതി. എത്ര വിദഗ്ധമായാണ് ഇവർ ആ പെൺകുട്ടിയെ കഴുകന്മാർക്ക് കൊത്തിവരിക്കാൻ ഇട്ടുകൊടുത്തത്. ഇന്നലെ രാഹുൽ ഈശ്വരൻ എന്ന തെമ്മാടി സന്ദീപ് വാര്യർ എന്ന കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ പേര് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു: താങ്കൾ ആ പെൺകുട്ടിയുടെ കല്യാണത്തിൽ പങ്കെടുത്തതല്ലേ? വധുവരന്മാർക്കൊപ്പം താങ്കൾ നിൽക്കുന്ന ഫോട്ടോ താങ്കളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലേ എന്ന്. ഇയാൾ വിദഗ്ധമായി മറുപടി പറയുന്നു: ആ ചോദ്യം എന്നെ വിഷമിപ്പിച്ചിരിക്കുന്നു. എങ്കിൽ പോലും സത്യം പറയാതെ വയ്യ, ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുത്തതാണ് എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. രാഹുൽ ഈശ്വർ എന്ന തെമ്മാടിയുടെ ചോദ്യവും സന്ദീപ് എന്ന മനോരോഗിയുടെ ഈ പോസ്റ്റും കണ്ടതോടെ കോൺഗ്രസിന്റെ വേട്ടപ്പട്ടികൾ മുഴുവൻ സന്ദീപിന്റെ ഫേസ്ബുക്കിന്റെ ഫോട്ടോയിൽ നിന്നും ആ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി പബ്ലിക്കായി പോസ്റ്റ് ചെയ്യുന്നു. ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്താകുന്നു. 2 മണിക്കൂർ സമയമാണ് മനോരോഗിയെ സന്ദീപ് വാര്യർ ഇതിനു വേണ്ടി മാറ്റിവെച്ചത്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പലരും ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണ് എന്ന് പോസ്റ്റ് ഇടുന്നു. അതോടുകൂടി നിരവധി ആളുകൾ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്ത് അയാളുടെ ഫോട്ടോയ്ക്ക് ആധികാരികതയും കൂടെ നൽകി ഈ മനോരോഗി. നോക്കണം, 2025 വർഷം. കാലം ഈ 2025 വർഷങ്ങളിൽ നിന്നും 2026 എത്തി നോക്കി നിൽക്കുമ്പോൾ പോലും ക്രൂരമായി പീഡനം നേരിട്ട പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാനുള്ള മെറ്റീരിയൽ സപ്ലൈ ചെയ്തത് സന്ദീപ് വാര്യർ എന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി എന്നതാണ് ഞെട്ടിക്കുന്നത്. അതിനുമപ്പുറം കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വിശുദ്ധനാക്കി മുഖപ്രസംഗം എഴുതിയത്. ഈ കാലഘട്ടത്തിലും ഇരയാക്കപ്പെട്ടവളെ അതിജീവിതയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തുകൊണ്ട് അവളെ സാമൂഹ്യ വേട്ടയാടാൻ ഇട്ടുകൊടുത്തുകൊണ്ട് അവളുടെ മുമ്പോട്ടുള്ള ജീവിതം ഇല്ലാതാക്കാനാണ് ഈ നാട്ടിലെ കോൺഗ്രസ് ഒരു വിഭാഗം ശ്രമിക്കുന്നത് എന്നത് ഖേദകരമാണ്. ആ പെൺകുട്ടി ഐഡന്റിറ്റി റിവീൽ ചെയ്തതിനെ, അവളെ ആൾക്കൂട്ട ആക്രമണത്തിന് ഇട്ടുകൊടുത്തതിനെ രാഹുൽ ഈശ്വരെ തെമ്മാടിയെയും സന്ദീപ് വാര്യർ നാറിയെയും രാഹുൽ മാങ്കൂട്ടത്തിന് കൂട്ടുപ്രതികളാക്കി കേസെടുക്കാൻ പോലീസ് തയ്യാറാവണം. ഇത്തരത്തിൽ സന്ദീപ് വാര്യരെതിരെ അതിശക്തമായ വിമർശനം സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്നതിന് ഇത് കാരണമായി. അല്ലെങ്കിൽ തന്നെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് ഇത്തരം ഒരു ഹൈ പ്രൊഫൈൽ കേസ് വരുമ്പോൾ ജാമ്യാപേക്ഷയിലെ വിശദാംശങ്ങൾ പുറത്തു വരുമെന്നും അത് ഇരയെ വേട്ടയാടുന്നതിന് കാരണമാകുമെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല, ഇരയെ സംരക്ഷിക്കാൻ എന്ന വ്യാജേനെ പോസ്റ്റ് ഇടുന്ന പലരും വാസ്തവത്തിൽ ഇരയ്ക്ക് പാരപണിയുന്നു. ശ്രീജിത്ത് പെരുമന എന്ന സുപ്രീം കോടതി അഭിഭാഷകൻ എന്ന് അവകാശപ്പെടുന്ന, സാമൂഹ്യ പ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന സോഷ്യൽ മീഡിയ ബുദ്ധിജീവി ആ പെൺകുട്ടിയുടെ മുഴുവൻ വിശദാംശങ്ങളും ലഭ്യമാകുന്ന വിധത്തിലാണ് ജാമ്യ ഹർജിയിലെ ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ഇരയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. വാസ്തവത്തിൽ എന്നെ പോലെയുള്ളവർ പോലും ഇരയുടെ പേര് വിവരങ്ങളും വിശദാംശങ്ങളും അറിഞ്ഞത് ആ പോസ്റ്റ് കണ്ടപ്പോഴാണ്. ഇത്തരത്തിൽ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാലമായി മാറിയിട്ടും എന്തിനാണ് ഇവർ സന്ദീപ് വാര്യരെ വേട്ടയാടുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായാൽ സന്ദീപ് വാര്യർ പാലക്കാട് പോയി മത്സരിച്ച് വീണ്ടും ജയിച്ചാൽ അത് ദോഷമാണല്ലോ എന്ന ഭയം കൊണ്ട്. അതല്ലാതെ മറ്റൊരു അജണ്ടയും ഇവർക്കില്ല എന്ന് തീർച്ച.